ഓക്കെ, ഒറ്റ സെക്കൻഡ്. നമ്മൾ പുതിയ ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബട്ടൺ നമുക്കൊരു ഗ്രീന് കൊണ്ടുവരും. അതായിരിക്കും നല്ലത് തോന്നുന്നു ബാക്കിൽ. ഓക്കെ, ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടോ നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ ഇൻട്രോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ നന്ദു ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നിട്ട് എല്ലാവർക്കും ഹാപ്പി വിഷു. ഇത് ഇന്ന് തന്നെ ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ തിങ്കളാഴ്ച ഞാൻ പണിക്ക് കയറും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. ഇന്ന് വിഷു അല്ലേ, എല്ലാവർക്കും എൻ്റെ വക, ഈ മിസ്റ്റർ നന്ദു ടെക്കിൻ്റെ വക എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബറിനടക്കം ഹാപ്പി വിഷു. അപ്പോൾ എല്ലാവരും പടക്കം പൊട്ടിച്ച് അടിപൊളിയായി ഈ വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RGB LED ലൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പേർട്ട് ചെയ്തത് ഒന്നേ ഉണ്ടാവുള്ളൂ എന്നാൽ, പക്ഷേ 390 റുപ്യയുള്ളൂ ഒന്നെണ്ണം. അപ്പോൾ ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ. എനിക്ക് 2 എണ്ണം കിട്ടി. സോ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവമെന്ന്. പക്ഷേ നിങ്ങൾ അൺബോക്സിങ് വീഡിയോ കണ്ടിട്ട് എന്നാലേ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം അൺബോക്സിങ് വീഡിയോ കാണുക. പിന്നെ അതിന് മുന്നേ പുതിയതായ ആരെങ്കിലും എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിത് സ്പീഡ് ആക്കുന്നുണ്ട് ഈ വീഡിയോ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡ് ആക്കുന്നുണ്ട്. ഓക്കെ, എന്താ പറയുക, എനിക്ക് വലിയ അൺബോക്സ് ചെയ്യാൻ ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ക്വാളിറ്റി ഇല്ലാത്ത ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇടാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ വീഡിയോ, ഈ കത്തിയെടുത്തിട്ടെല്ലാം കീറണോ, ഞാൻ അങ്ങ് ഒരു ഇതില്ലാതെ മയത്തിൽ കീറിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് വലിയ ഇത് തോന്നിയിട്ടില്ല. ഞാൻ ഈ എന്താ പറയുക, ഞാനപ്പോൾ ഈ വീഡിയോ സ്പീഡാക്കിന് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ ഞാൻ ചെറിയ വോയിസ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ കത്തി എടുത്തിട്ട് അങ്ങ് മുറിക്കുക നമുക്ക്. എൻ്റെ മോനെ മുറി അത് വേറെ തന്നെയാണ്. ഓക്കെ, സ്പീഡിലങ്ങ് മുറിക്കുകയാണ്. ഓക്കെ അത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. കവർ തന്നെ നിങ്ങൾ നോക്കിയാൽ, ജസ്റ്റ് ഒന്ന് കവർ നോക്കിയാൽ മതി. ഇതും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കവർ ബോക്സാണ്, അത്ര ക്വാളിറ്റി ഇല്ലാത്ത സാധനം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സിനെ വിലയിരുത്തിയിട്ടല്ല, സാധനം നല്ല ക്വാളിറ്റി ഇല്ല, അത് നല്ല രീതിയിൽ അവർ തന്നിട്ടില്ല. മീൻസ് പോക്ക് കമ്പനി എന്നല്ല, ഒരു പകുതി വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നല്ല യൂസ്ഫുള്ളാണ്. ലാസ്റ്റ് കണ്ടോ നിങ്ങൾ ലൈറ്റ്, ഇതിപ്പോൾ ലൈറ്റ് കത്തിക്കുന്നത്, ഞാൻ ലൈറ്റ് ഓഫാക്കിയിട്ടുള്ളത് കണ്ടോ, അടിപൊളിയാണ്, വേറെ ലെവൽ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടില്ല, സാധനം ഇഷ്ടപ്പെടാതൊന്നും നിന്നിട്ടില്ല. അതേപോലെ തന്നെ വൈറ്റ്, മഞ്ഞ, പാർട്ടി കളർ, അങ്ങനെ പലതും ഇതിൻ്റെ അകത്ത് ഉണ്ടായിന്. ജസ്റ്റ് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ എന്താ പറയുക, വൈറ്റ്, മഞ്ഞ, അതേപോലെ തന്നെ എന്താ പറയുക, ചുവപ്പ്, ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നത്, കൂട്ടേണ്ടത്, ഓഫ് ബട്ടൺ, ഓൺ ബട്ടൺ, ഇത് മറ്റേ ഓരോ മോഡ്, പാർട്ടി മോഡ്, മെയ്ഡ് മോഡ്, അങ്ങനെയുള്ള ഓരോ മോഡുണ്ട്. ആ മോഡ് ഇതിപ്പോൾ റെഡ്, വൈറ്റ്, ബ്ലൂ, അങ്ങനെ ഓരോ ഒറ്റ കളറായി കത്തി നിൽക്കേണ്ടത് റെഡ് മാത്രം. അങ്ങനെ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡ് മോഡാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ അൺബോക്സ് കണ്ട് വന്നിട്ടുണ്ടാവും. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചീപ്പ് റേറ്റിൽ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങാം, അത് നഷ്ടമല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ചില ആൾക്കാർ നഷ്ടം എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാർഡ്ബോർഡ് ലോക്കൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് കാർഡ്ബോർഡ് ഇങ്ങനെ വെച്ച് ചെയ്ത് തന്നത്. ലോക്കൽ കമ്പനി ആയതുകൊണ്ട് ഇതിൻ്റെ ഓരോ കമ്പനിയുണ്ട്, വില കൂടുന്നതിനനുസരിച്ച് അവർ അതിനനുസരിച്ചിട്ടാണ് തരിക. പക്ഷെ വില കൂടുന്നതുണ്ട്. ഇതിപ്പോൾ എനിക്ക് കാർഡ്ബോർഡിലായിട്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. സോ ഞാനത് എടുത്ത് പറയാമല്ലോ, എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ബോക്സിൽ തരുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. അതിൻ്റെ ബോക്സിൽ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ 450 ഉറുപ്പ്യേൻ്റെ സാധനം വാങ്ങണം. അങ്ങനെയെല്ലാം ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബോക്സായിട്ട് കിട്ടും. സോ ഒറ്റൊന്നായേ കിട്ടുള്ളൂ, അല്ലാതെ വലിയൊന്നും കിട്ടുമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ടാവും, ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ വയറും കിട്ടും, അതിന് ഫിറ്റ് ചെയ്യേണ്ട വയറും കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കളർ അടിപൊളിയായിരിക്കും, അതിൻ്റെ വോൾട്ടേജ് കൂടും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെക്കാട്ടി നല്ല വോൾട്ടേജ് ഉണ്ടാവും. എന്നാൽ ഇത് മോശം എന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ തന്നിരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ബോക്സ് മാത്രമേ എനിക്ക് ഇഷ്ടമല്ലാതെ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റാണ്, പക്ക അടിപൊളിയാണ്.
ഇപ്പോൾ ഇത് ഓഫാക്കണമെങ്കിൽ ഓഫാക്കാം. പിന്നെ ഈ ഒറ്റൊരു റിമോട്ട് വെച്ചിട്ട് എനിക്ക് രണ്ടെണ്ണത്തിനും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒറ്റൊരു റിമോട്ട് വെച്ചിട്ട് എനിക്ക് രണ്ടിനും മാറ്റാം. രണ്ടിൻ്റെ ഒരു കളറായി കണ്ട. ഇപ്പോൾ നീലമാണെങ്കിൽ നീല. ഇതിപ്പോൾ എനിക്ക് ഒരു റിമോട്ട് വെച്ചിട്ട് രണ്ടിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്നിൻ്റെ നേരെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും മാറും. സോ നമുക്ക് ഇപ്പോൾ പിങ്ക്, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പിങ്ക് കാണാൻ പറ്റും. അത് ഇടയ്ക്ക് മറ്റേ മാറും. പിന്നെ ഇത് ഫീഡ് ഒന്ന് മാത്രം മാറും. ഒന്ന് മാത്രം അവിടെ നിന്നിട്ട് ഒന്ന്. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഒരു റിമോട്ട് വെച്ചിട്ട് എനിക്ക് ഒരു റിമോട്ട് മറ്റേൻ്റെത് ഞാൻ ബാറ്ററിയിൽ ഊരി വെച്ചിന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിമോട്ടിൻ്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ എനിക്കത് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്കെന്തായാലും ഇതിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് നല്ലൊരു ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെത് ഈ ഒരു സാധനം ചൂടാവും. അപ്പോൾ നിങ്ങളൊരു മിനിമം ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഓർഡറിൽ നിങ്ങൾ വീഡിയോ എടുക്കുക. ലെങ്തി കൂടി വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചിലപ്പോൾ കത്തിപ്പോവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതണ്ട ചായ വിത്ത് ടെക് വാച്ച്, അതിൻ്റെ തീമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നല്ല ഹീറ്റ് ഉണ്ട് അതിന്. ഞാനൊരു ഇത്ര സമയം വീഡിയോ എടുത്തപ്പോൾ നല്ല ഹീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റ് ഉണ്ട് അതിന്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ, ഇൻസ്റ്റാഗ്രാം വീഡിയോ അങ്ങനെ എന്തിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിടണമെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇടണമെങ്കിൽ ഈ ഒരു ലൈറ്റ് എഫക്റ്റ് ആൾക്കാർ ശ്രദ്ധിക്കും. ഇതിപ്പോൾ എനിക്കിപ്പോൾ മേലെ ടേബിൾ ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങൾക്കിപ്പോൾ താഴെ വെക്കണമെങ്കിൽ താഴെ വെക്കാം. അങ്ങനെ ഒരുപാട് ചാൻസ് ഉണ്ട്. സോ ഈ റിമോട്ട് വെച്ചിട്ട് എനിക്ക് രണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പുറത്തുള്ള ആ സൂര്യപ്രകാശത്തിൻ്റെ രണ്ട് ഇത് കണ്ടില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനുള്ളത്. ആ ബ്രൈറ്റ്നസ് ഇത് ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ, ഇത് ബ്രൈറ്റ്നസ് കൂട്ടാൻ, അങ്ങനെയുള്ളതാണ്. പിന്നെ ഇത് ഓഫ് ഓണ്. സോ റെഡ്, ഗ്രീന്, ബ്ലൂ, വൈറ്റ് ഉണ്ട്. ഈ വൈറ്റിൻ്റെ ഒരു ഗുണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, രണ്ട് ലൈറ്റും ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ, രണ്ട് ലൈറ്റും. സോ എനിക്ക് തോന്നുന്നു ഇതൊരു വേർത്താണ്. ഈ ഒരു പൈസക്ക് വേർത്ത് ആണ് എനിക്ക്. എന്തായാലും ഇത് ഫ്ലാഷ് ലൈറ്റിൻ്റെത്. എന്തായാലും ഇത് മറ്റേ ഇത് ഫിഡ് മോഡാണ്. ഓക്കെ, ഇപ്പോൾ റെഡിയായി. സോ എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പുതിയതായി യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഒരു കാര്യം തന്നെയാണ്. പിന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇനി അടുത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന മൊബൈലായിരിക്കും, അതെന്തായാലും അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഇതേമാതിരി ചെറിയ പൈസേൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങും. ഓക്കെ, അത് ആ പൈസ നമ്മൾ മൊബൈൽ വാങ്ങേണ്ട പൈസ, ക്വാളിറ്റി മൊബൈൽ വാങ്ങേണ്ട പൈസ നമ്മൾ കൂട്ടി വെക്കും. ബാക്കിയുള്ളത് നമ്മളിങ്ങനെ ശേഖരിച്ച് വെക്കും. ഓക്കെ, അപ്പോൾ മൊബൈൽ വാങ്ങേണ്ടതെല്ലാം ഇങ്ങനെ ശേഖരിച്ച് വെക്കും. ഇപ്പം നമ്മൾ ചാനൽ പൊതുവെ നമ്മൾ അൺബോക്സ് എല്ലാം ചെയ്യണമല്ലോ, അതല്ല ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെയ്ൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ വേണം, ലൈറ്റിൻ്റെ വീഡിയോ. ഇതാണ് റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഷെയ്ൻ മുഹമ്മദിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണ്ട് എനേബിൾ മാത്രമാണ് ഞാൻ അടുത്ത പ്രാവശ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ. ഒന്ന് മറന്നു, ഹാപ്പി വിഷു.